ഇന്നലെ രാത്രി റിസൾട്ട് വന്നു ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് എന്നത്. അപ്പൊ ഉടനെ ഞാൻ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ 9 മാസം, അതും TB-യുടെ മരുന്നെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് മെഡിസിൻ ആണത്. അപ്പൊ അത് കഴിക്കാൻ പറഞ്ഞ ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തില്ലേ 41 ദിവസത്തെ ഡയറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് പറയും, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മാം, ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ, അപ്പം അവിടെ കണ്ടേജിയസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ പേരൊക്കെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇതൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്തെ അതിൽ നിന്നൊക്കെ മാറ്റി. എന്നിട്ട് ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു, കാര്യം ഞാൻ പറയുന്ന നുണയാന്ന് ഇനി ആരും പറയരുതല്ലോ. അപ്പോൾ അത് 2 പ്രാവശ്യം പോസിറ്റീവ് എന്നുള്ളതും പിന്നെ നെഗറ്റീവ് വന്നതും എല്ലാം വരെ. അതോടുകൂടി പുള്ളിക്കാരിയുടെ മറ്റു പല പ്രശ്നങ്ങളും, അതുപോലെ ഹസ്ബൻഡിൻ്റെ വെയിറ്റ് നിയർലി 10 kg കുറഞ്ഞു, പുള്ളിക്കാരത്തിയുടെ വെയിറ്റ് ഒരു 7-8 kg കുറഞ്ഞു. അങ്ങനെ സ്റ്റിൽ എൻ്റെ കൂടെ ഉണ്ട്, അവര് പ്ലാനിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അധികം ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ആൾക്കാർ ചോദിക്കും ഓക്കെ നിങ്ങൾ പച്ചക്കറി കൊടുത്തോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊടുത്തോ, ഇതെങ്ങനെയാണ് ലേറ്റന്റ് TB നെഗറ്റീവ് ആയത്? അവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കുക ചെയ്തത്. നമ്മളെല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുന്ന ഒരു പോളിസിയിലാണ് നമ്മളെപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് ഈ പറയുന്ന പോലെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയുള്ള ഒരു ഭക്ഷണ ജീവിത രീതി പറഞ്ഞു കൊടുക്കുന്നത്.